സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നെൽസൺ വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നെൽസൺ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെൽ 10th ജനറേഷൻ i3 ലാപ്ടോപ്പിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ബോക്സിൽ തന്നെ നമുക്ക് വായിച്ചു നോക്കാം. ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് ഇൻസ്പ്രോൺ 3501 എന്ന് പറയുന്ന മോഡലാണ്. ഇതിന്റെ പ്രൊസസർ വരുന്നത് 10th ജനറേഷൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ പ്രൊസസറിന്റെ മോഡൽ നമ്പർ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. i3 1005G1 എന്ന് പറയുന്ന പ്രൊസസറാണ് ഇതിലുള്ളത്. ഇതിലെ റാം വരുന്നത് 4GB DDR4 ആണ്. മെമ്മറി വരുന്നത് നമുക്കൊരു 4GB ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിന്റെ സ്റ്റോറേജ് വരുന്നത് 1TB ആണ്. ഇതിന്റെ സ്റ്റോറേജ് വരുന്നത് അതേപോലെ നമുക്ക് ഈ ഒരു മോഡലില് 256 SSD കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അതിലായിരിക്കും വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് 1TB നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു സീരീസ് തന്നെ 256 SSD വെച്ചുള്ള മോഡലും അതേപോലെ തന്നെ 1TB ഹാർഡ് ഡിസ്ക് മാത്രമായ മോഡലും നമുക്ക് അവൈലബിൾ ആണ്. മോഡൽ നമ്പറിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഇതിന്റെ MRP ആയിട്ട് കൊടുത്തിരിക്കുന്നത് 47,112 രൂപയാണ് ഇതിന്റെ MRP കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു 47,000 രൂപയ്ക്ക് താഴെ ആയിട്ടാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്കൊന്ന് ബാഗ് ഒന്ന് ഫസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു തരക്കേടില്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് ബാഗ് ആണ് നമുക്ക് ഇതിനോടൊപ്പം തന്നിട്ടുള്ളത്. കുറച്ച് ഡിസൈൻസ് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഡെല്ലിന്റെ ഞാൻ കുറച്ചധികം നാളെ ഒരു ഡെല്ലിന്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് എന്നിരുന്നാലും ഒരു നല്ലൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. പക്ഷെ ബാഗ് കുറച്ചുകൂടി ഫുൾ സൈസ് ആണ് ഇവിടെ വരുന്നത്. ഈ ഭാഗം ഫുൾ സൈസ് ആണ്. ഇവിടെ നമുക്ക് ചെറിയൊരു ഹാഫ് ആയിട്ട് ഒരു കല്ല് വരുന്നുണ്ട്. ലാപ്ടോപ്പ് വയ്ക്കാനായിട്ടുള്ള ഒരു ഭാഗം ഈ ഒരു ഏരിയ ആണ് വരുന്നത്. അതായത് നമ്മുടെ ഈ ബാക്ക് ബാഗിന്റെ ആ ഒരു ഇത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയാണ് വരുന്നത്. പുറകിലായിട്ടാണ് വരുന്നത്. അപ്പൊ ഒരു കാര്യമുണ്ട്, സേഫ് ആയിട്ട് ഇരുന്നോളും. എത്രത്തോളം വെയിറ്റ് വന്നു കഴിഞ്ഞാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് സിബ് അടയ്ക്കാൻ മറന്നു കഴിഞ്ഞാലും ഒന്നും ചാടി പോവില്ല. അപ്പൊ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ലൊരു ബാഗാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പൊ ഇനി നമ്മളുടെ ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡെല്ലിന്റെ നല്ലൊരു സീൽ വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഈ ബോക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കൂടെ നമുക്കൊരു ഇതേപോലെ ഒരു പാക്കറ്റ് കിട്ടുന്നുണ്ട്. ഈ പാക്കറ്റ് സിലിക്ക ജെല്ലാണ്. അതായത് നമ്മളുടെ അന്തരീക്ഷത്തിലെ ഈർപ്പം ഇത് വലിച്ചെടുക്കും. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ലാപ്ടോപ്പിന്റെ ഇപ്പോൾ ഇതിന്റെ കൂടെ തന്നിരിക്കുന്നത് ഈ കൊറിയറിൽ അല്ലെങ്കിൽ അവർ തരുന്ന പാക്കേജിൽ എന്തെങ്കിലും ഈർപ്പത്തിൻ്റെതായ ഒരു അംശം വരികയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് വലിച്ചെടുത്തോളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗ്, അതായത് ഈ കുഞ്ഞൊരു സിൽക്ക ജെല്ലിന്റെ ബാക്ക് പാക്കില് നമുക്കത് ഇത് പൊട്ടിപ്പോകാന്ന് നോക്കിയോളൂ. പോയി കഴിഞ്ഞ് ചെറിയ ചെറിയ മണികളാണ്. ഇപ്പോൾ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അപകടത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളൂ. എപ്പോഴും ലാപ്ടോപ്പ് വയ്ക്കുന്ന ഒരു ഭാഗത്ത് വെക്കരുത്. തൊട്ട് വേറെ ഏതെങ്കിലും ഒരു കള്ളിയിൽ വെക്കുക. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാഗിൽ ഈർപ്പം തട്ടി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ സിൽക്ക ജെല്ല് അത് പ്രൊട്ടക്ട് ചെയ്തോളൂ. അതൊരു കളയാണ്ട് നോക്കിയോളൂ. അപ്പൊ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഡെല്ലിന്റെ 45 വാട്ട്സിന്റെ സാധാരണ നല്ലൊരു അഡാപ്റ്റർ ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 3-pin പവർ കോഡും തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ 2 യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. ഇൻസ്പിറോൺ 153,000 സീരീസിന്റെ ഒരു യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. ഇത് കോമൺ ആയിട്ട്, അതായത് ഈ സീരീസിന് കോമൺ ആയിട്ട് തന്നിട്ടുള്ള ഒരു യൂസർ മാനുവൽ ആണ്. ഇതിന്റെ ഉള്ളിൽ ഫിംഗർ പ്രിന്റിന്റെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ മോഡലിൽ ഇല്ലാന്ന് തോന്നുന്നു, ഫിംഗർ പ്രിന്റ് ഇല്ല. പിന്നെ ഇതിന്റെ പോർട്ടിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതില് വൺ സൈഡില് നമുക്ക് 2 USB സ്ലോട്ട് തരുന്നുണ്ട്. ഇതിന്റെ രണ്ട് സൈഡില്, ഇതിന്റെ ഒരു സൈഡില് USB 3.2 ജനറേഷൻ 1 അതിന്റെ 2 പോർട്ടുകളും അതേപോലെ തന്നെ USB 2.0 വരെ ഒരു പോർട്ടുമാണ് നമുക്ക് ഇതിൽ വരുന്നത്. ടോട്ടലായിട്ട് 3 USB പോർട്ടാണ് വരുന്നത്. പിന്നെ സാധാരണ പോലെ തന്നെ HDMI പോർട്ട് വരുന്നുണ്ട്, ലാൻ പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് SD കാർഡ്, ഒരു ലോങ് SD കാർഡ് റീഡറിന്റെ ആ ഒരു പോർട്ട് വരുന്നുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ലാപ്ടോപ്പ് വരുന്നത്. കാണാനായിട്ട് നല്ലൊരു ക്യൂട്ട് ലുക്ക് ഉണ്ട്. നമുക്ക് ഇവിടെ വരുന്നത് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ചെറിയൊരു ഷെയ്ഡിങ്ങോട് കൂടിയ ഡിസൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സ്ക്രീനിന്റെ വശങ്ങളിലായിട്ട് വരുന്നത് ഒരു സിൽവറും ബ്ലാക്കും കൂടിയ ഒരു ഫിനിഷിങ്ങോട് കൂടിയ ഒരു ടോപ്പ് ഭാഗമാണ് വന്നിട്ടുള്ളത്.
പിന്നെ ഇതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബട്ടൺ കീബോർഡിന്റെ കൂടെ തന്നെയാണ് പവർ ബട്ടൺ വരുന്നത്. ഫിംഗർ പ്രിന്റ് വരുന്നില്ല. ചില സീരീസുകളിൽ, അതായത് ഈ സീരീസിൽ ഫിംഗർ പ്രിന്റ് വരുന്ന മോഡൽസും ഉണ്ട്. അതുകൊണ്ടാണ് യൂസർ മാനുവലിൽ അത് കൊടുത്തിട്ടുള്ള. ഇതിന്റെ കൂടെ അത് വരുന്നില്ല. പിന്നെ ഹിഞ്ചസ് ഡ്യുവൽ ഹിഞ്ചസ് ആണ്, ലോങ് ഹിഞ്ചസ് അല്ല, രണ്ട് സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ടച്ച് പാഡ് ഒരു സിംഗിൾ ലെയർ ടച്ച് പാഡ് ആണ്, അതായത് കീസ് സെപ്പറേറ്റ് ചെയ്യാതെയുള്ള ഒരു സിംഗിൾ ടച്ച് പാഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കീബോർഡ് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ ന്യൂമറിക് ലെറ്റേഴ്സും ഇത് വരുന്ന ഒരു കീബോർഡാണ്. സാധാരണ നമ്മുടെ ഡെസ്ക്ടോപ്പിന്റെ കീബോർഡ് ഒക്കെ പോലെ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. അതായത് ഒരു ലോങ് കീബോർഡാണ് വന്നിട്ടുള്ളത്. 50.6 ആണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കീബോർഡ് കൊടുക്കാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് Core i3 10th generation സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ Inspiron 153,000ന്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ HDD വെബ് ക്യാമറ, നേരോ ബോർഡേഴ്സ്, അതായത് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടാണ് വരുന്നത്. പിന്നെ HDMI, ഡെൽ സിനിമ, ഡെൽ മൊബൈൽ കണക്ട്, അങ്ങനെ ഒന്ന് രണ്ട് ഫീച്ചേഴ്സിന്റെ ആ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഡെല്ലിന്റെ HDD ക്യാമറ വരുന്നുണ്ട്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് അതിന്റെ മൈക്കും വരുന്നുണ്ട്. മുകൾ വശത്തും അതേപോലെ തന്നെ ഒരു ബ്ലൂ കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ്. ഞാൻ മറ്റുള്ള ലാപ്ടോപ്പിന്റെ അൺബോക്സിംഗ് പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ക്യാമറയുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മളൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, LED ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ ആ സ്പ്രെഡിങ് ഇവിടെ മാത്രമേ വരുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വസ്തുക്കളുടെ ഒരു റിയാക്ഷൻ ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു കറക്റ്റ് നമുക്ക് എന്താ പറയാ വിഷ്വല് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. ബാക്ക് നമ്മൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് ബാക്കിലെങ്ങാനും ട്യൂബ് ലൈറ്റോ മറ്റെന്തെങ്കിലോ അതേപോലെ ലൈറ്റ് സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഭാഗം മുഴുവനായിട്ടും കൂടെ കാണാൻ കഴിയും. പക്ഷെ ഇത് അങ്ങനെ കാണിക്കില്ല. നമുക്ക് എന്താണോ ആ ഒരു ഭാഗത്ത് പ്രതിഫലിക്കുക അത് ചെറുതായിട്ടൊന്നും ഇവിടെ കാണിക്കുന്നു മാത്രം. അത് സ്പ്രെഡ് ചെയ്ത് പോയില്ല, ഗ്ലയർ ചെയ്യില്ല. അതുകൊണ്ടാണ് ആന്റി ഗ്ലയർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അത് ഫുൾ HDD ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ പുറകിലായിട്ട് Inspiron നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ എങ്ങനെയാണ് ഡെൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ സീരീസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇപ്പുറത്തായിട്ട് അതിന്റെ സീരിയൽ നമ്പർ, മോഡൽ നമ്പർ ഒക്കെ കൊടുത്തിട്ടുള്ള ചെറിയൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഓൺ ചെയ്യുമ്പോൾ വരുന്ന ഹീറ്റ് പോകാനായിട്ട് രണ്ട് സ്ഥലത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ലാപ്ടോപ്പുകളുടെ സൈഡിൽ വരുന്ന പോലെ ഇതിന്റെ ബാക്കിലാണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ടും വന്നിട്ടുണ്ട്. പിന്നെ ഈ ലാപ്ടോപ്പിന്റെ ഹിഞ്ചസിന്റെ ഇടയിലും നമുക്ക് ആ ഒരു ഹീറ്റ് പോകാനായിട്ടുള്ള ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൂടുതലായിട്ട് സാധാരണ ലാപ്ടോപ്പിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള ഹീറ്റ് പോകാനുള്ള ഭാഗം, വെന്റിലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്പീക്കർ ലെനോവോയിലൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ ആ ഒരു മോഡലിലാണ് ഇതിന്റെ സ്പീക്കറും കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഇതിന്റെ തൊട്ട് താഴെയായിട്ട് രണ്ട് സൈഡിൽ യൂസർക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഏതെങ്കിലും ടേബിളിൽ വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കേൾക്കാവുന്ന രീതിയിലുള്ള സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് സ്പീക്കറും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ വിശേഷങ്ങൾ. ഇതിന്റെ കൂടെ നമുക്ക് വിൻഡോസ് 10 ആണ് ഒറിജിനൽ വരുന്നത്. പക്ഷെ അത് കോൺഫിഗർ ചെയ്യാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. ഞാൻ ഇതിന്റെ സൗണ്ടിനെ കുറിച്ചിട്ടും ഡിസ്പ്ലേയുടെ ഒരു ക്ലാരിറ്റിയെ കുറിച്ചിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഇതിപ്പോ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു നിർവാഹമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം സമയം എടുക്കും അതൊന്ന് കോൺഫിഗർ ആയി ഒന്ന് അപ്ഡേറ്റ് ആയി ഒന്ന് വരാനായിട്ട്. സാധിക്കുമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ കൊടുക്കാം. ഈ മോഡൽസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കൊന്ന് കിട്ടാം. അതായത് ഫോട്ടോകളും അതേപോലെ തന്നെ അങ്ങനത്തെ മറ്റെല്ലാ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സീരീസ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഇതിൽ വരുന്നത് എന്നും അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഡെൽ ലാപ്ടോപ്പിന്റെ വിശേഷങ്ങൾ. അപ്പൊ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ. അല്ല, ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് നമ്മുടെ ചെറിയൊരു ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വിൻഡോസിൻ്റെ ആ സെറ്റപ്പ് കോൺഫിഗറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ.
അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു സ്പീഡിലാണ് ഇത് ഓപ്പണായി വന്നിരിക്കുന്നത്. അതായത് SSD ആയതിൻ്റെ നല്ലൊരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ നമുക്കൊന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ട് നമുക്കൊന്ന് ടൈമിംഗ് ഒന്ന് വെച്ചിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ചും ഇതിൻ്റെ കൂടെ നമ്മൾ മൊബൈലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പവർ ബട്ടൺ ഓൺ ചെയ്ത് അപ്പോൾ തന്നെ സ്റ്റോപ്പ് വാച്ചും ഓൺ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ കൂടി നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ടും ഒപ്പം തന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു 4K വീഡിയോ ആണ് റൺ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടോ, ഇതിൽ 4Kയിൽ ഇട്ട് നോക്കി നോക്കാം. ഇൻ്റർനെറ്റ് എത്രത്തോളം ഫാസ്റ്റ് ആവുമെന്ന് അറിയില്ല. 25 Mbps ആണെങ്കിലും ഒന്ന് രണ്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ പേരിൽ എത്രത്തോളം നമുക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല. നമുക്കൊന്ന് എന്നാലും ഒന്ന് നോക്കി നോക്കാം. ഇതിപ്പോൾ പക്ക 4Kയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സൗണ്ട് സ്റ്റക്ക് ആവുന്നത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറയുമ്പോഴാണ് സൗണ്ട് സ്റ്റക്ക് ആവുന്നത്. പിന്നെ പുറമേ നിന്നുള്ള ഡിസ്റ്റർബൻസും ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഓഫീസിന് തൊട്ടപ്പുറത്ത് ബസ്സൊക്കെ പോകുന്നതിൻ്റെ ചെറിയൊരു സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ള നല്ലൊരു സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ വീഡിയോ സ്റ്റക്ക് ആവുന്നതിൻ്റെ കാരണം കണ്ടോ, ബഫർ ചെയ്യുന്നുണ്ട് വീഡിയോ. ഇനി നമുക്ക് സൗണ്ട് മാത്രം നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ ഫുൾ വോളിയാണ് കേട്ടോ. നമുക്ക് യൂട്യൂബിൽ എത്രത്തോളം വോളിയം ഉണ്ടെന്ന് നോക്കി നോക്കാം. ഇതിലും ഫുള്ളാണ്. നമ്മളുടെ PC വോളിയവും ഫുള്ളാണ്.